ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. നീ തെരുവിൽ കാണിച്ചു കൊടുക്കണോ എന്റെ മോൻ കാണിച്ചിട്ട്? എന്റെ യൂട്യൂബ് ചാനലിന്റെ അപ്പൊ എല്ലാരും അമ്മുവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം എല്ലാ വീഡിയോ പോലെ ഇത് ഞാൻ എഡിറ്റ് ചെയ്യാൻ മറന്നുപോയ വീഡിയോ ആണ്. ഇത് നമ്മുടെ ആറ്റുവൽ പൊങ്കാല ഉണ്ടല്ലോ, അതിൻ്റെ തലേ ദിവസമാണ്. അപ്പം നമ്മൾ പൊങ്കാലിടാൻ പോവുമായിരുന്നു. അങ്ങനെ ഞാനും അമ്മയും വല്യമ്മയും എല്ലാവരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. മാമൻ, ഇത് ഞാൻ പൊങ്കാലയ്ക്ക് ഇടാൻ വേണ്ടി വെച്ചിരുന്ന ഡ്രസ്സാണ് കേട്ടോ. അന്ന് രാത്രി 3 മണിക്കാണ് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് വർക്ക് ചെയ്ത് തീർന്നത്. അങ്ങനെ എല്ലാവരും ഉണ്ടായിരുന്നു. മാമനുണ്ടായിരുന്നു. ഈ മാമൻ എൻ്റെ അമ്മയുടെ ഏറ്റവും ഇളയ സഹോദരനാണ് കേട്ടോ. അങ്ങനെ എല്ലാവർക്കും വേണ്ടി തേങ്ങ തിരുവി മാമൻ ഹെൽപ്പ് ചെയ്യുവാണ്. അങ്ങനെ ഇത് എൻ്റെ അമ്മയുടെ 2ാമത്തെ സഹോദരിയാണ്. ഞങ്ങളുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ. ഇത് എൻ്റെ വല്യമ്മയായിട്ട് ആണ്. എനിക്കൊരു മൂത്ത വല്യമ്മയുണ്ട്. മൂത്ത വല്യമ്മ വന്നില്ല. ഇത് ഇളയ വല്യമ്മയും മാമനുമാണ്. അങ്ങനെ നല്ല രസമായിരുന്നു. അന്നത്തെ ഒരു രാത്രി പെട്ടെന്ന് പോയി. അങ്ങനെ അടുത്ത ദിവസം രാവിലെ 7 മണി ഞാൻ വെറുതെ പൊങ്കാല കാണാൻ വേണ്ടി വരുമായിരുന്നു. എൻ്റെ അമ്മ പൊങ്കാല നേരത്തെ ഇടാൻ പോയി. അപ്പോൾ ഭയങ്കര വെയിലായിരുന്നു. ഇതെല്ലാം സഹിച്ച്, ഈ ചൂടും വെയിലെല്ലാം സഹിച്ച് അമ്മയ്ക്ക് വേണ്ടി പൊങ്കാല അർപ്പിക്കാൻ വന്ന ആൾക്കാരെ കണ്ടോ, അതൊക്കെ കാണാനൊരു നല്ല രസമാണ്. അങ്ങനെ ഞാനും ചേട്ടനെ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ അനിയ ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ലച്ചുനെ കാണാൻ വേണ്ടി പോകുമായിരുന്നു. അങ്ങനെ ഇതോ ഇവിടെയൊക്കെ കുറച്ച് തിരക്കേ ഉള്ളൂ. കുറച്ച് സമയം കൂടെ കഴിഞ്ഞാൽ ഭയങ്കര തിരക്കായിരിക്കും കേട്ടോ. അങ്ങനെ ഭയങ്കര വെയിലും, ഞങ്ങൾ കഷ്ടപ്പെട്ട് നടന്നു. അപ്പോഴാണ് ഈ ഒരു കാഴ്ച. ഐസ്ക്രീം കുടിക്കുകയാണ് ഗൈസ്, ഭയങ്കര വെയിലായതുകൊണ്ട്. ഞാനും കുടിച്ചു. ഇതാണ് ലച്ചു. പിന്നെ ലച്ചുൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കുറച്ച് പേരുണ്ടായിരുന്നു, അവരുമായിട്ട് പരിചയപ്പെട്ടു. പിന്നെ ഞങ്ങൾ നടക്കുന്ന വേറെ ഒന്നിനുമല്ല, എൻ്റെ അമ്മയെ കാണാൻ പോകണം. അതാണ് മെയിൻ ടാസ്ക്. ഞാൻ വണ്ടി വെച്ചേക്കുന്നത് സ്പോർട്സ് സൈഡിലാണ് വണ്ടി വെച്ചേക്കുന്നത്. പക്ഷേ എനിക്ക് വണ്ടി എടുക്കാൻ പോയാലേ എൻ്റെ അമ്മയെ കാണാൻ പോകാൻ പറ്റത്തുള്ളൂ. അങ്ങനെ ഞങ്ങൾ അങ്ങ് നടക്കുകയാണ്. ഭയങ്കര വെയിലായിരുന്നു. പിന്നെ ബാക്കിൽ വരുന്ന പറഞ്ഞല്ലോ, ചേട്ടൻ്റെ അനിയനാണ്, തമ്പു ചേട്ടൻ, കാർത്തിക് ചേട്ടൻ എന്നാണ് പേര്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടെ കാര്യവും പറഞ്ഞ് സംസാരിച്ച് വന്നു. ഇതൊന്നും ഞങ്ങൾക്ക് ഇടാൻ പറ്റത്തില്ല, കാരണം കോപ്പിറൈറ്റ് വരും. ബാക്ക്ഗ്രൗണ്ടിലൊരു മ്യൂസിക് കേൾക്കുന്നുണ്ട്. ചേട്ടൻ പറയുക എന്നെ നടത്തിച്ച് വയ്യ, എൻ്റെ വണ്ടി എടുക്കാൻ വേണ്ടി ഞാൻ ചേട്ടനെ കൊണ്ടാണ് പോകുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒറ്റയ്ക്ക് നടക്കേണ്ടി വരും. അതുകൊണ്ടാണ് ചേട്ടനെ കൊണ്ട് പോണേ. ഹലോ ഗൈസ്, നമ്മൾ ഷമ്മി ചേട്ടൻ്റെ റിലേറ്റീവിനെ കണ്ട്. കുറച്ച് റിലേറ്റീവ്സ് ആണ്. ഞാനില്ല കേട്ടോ, ഞാൻ ചേച്ചിയുടെ പേര് പറയൂ. ചേച്ചിയുടെ പേര് പറയൂ. അങ്ങനെ അറ്റത്തുള്ള കുട്ടിയുടെ പേര് പറയൂ. വിദ്യാമേനോൻ. എന്തെങ്കിലും പറയൂ. എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയൂ. നീ തെരുവിൽ കാണിച്ചു കൊടുക്കണോ എന്റെ മോൻ കാണിച്ചിട്ട്? ധൈര്യമായിട്ട് പറ. എന്റെ യൂട്യൂബ് ചാനലിന്റെ അപ്പൊ എല്ലാരും അമ്മുവിന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് കട്ട് ചെയ്യാം, കുഴപ്പമില്ല. അതിലാണ് കേറ്റം. അല്ല, നീ അതിന്റെ സ്പെല്ലിംഗ് പറ. സബ്സ്ക്രൈബ് അടിക്കും മക്കളെ, അടിക്കാന്ന് അടിക്കും മക്കളെ, അടിക്കും. എന്ത് ലൈക്ക്. ഇപ്പൊ നമ്മുടെ കയ്യിലുള്ളത് എന്താ? ഇത് എറിഞ്ഞാൽ പൊട്ടുന്ന സാധനം, പടക്കം. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളതെന്ന് വെച്ചാല് ആറ്റുകാൽ അമ്പലത്തിലാണ്. സസ്പെൻസ് ആയിട്ട് കണ്ടതാണ് അമ്മു ആൻഡ് ഷമ്മി. ഷമ്മിന്റെ പേരെന്താ? ഷമ്മിയോ? ഷമ്മി തിലകനോ? ഷമ്മിയും തങ്കപ്പടിയോ? പേരെന്താ? അപ്പൊ എല്ലാരും ബെൽ ബട്ടണിലേക്ക് അടിക്കും മക്കളെ, അടിക്കും. അങ്ങനെ അടിപൊളിയായിട്ടുള്ള പൊങ്കാല ഡേ കഴിഞ്ഞായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ ചേട്ടൻ്റെ റിലേറ്റീവ്സായിട്ട് കുറേ ഫോട്ടോസ്, 2-3 ഫോട്ടോസൊക്കെ എടുത്തായിരുന്നു. പിന്നെ അതിന് ശേഷം എൻ്റെ ഒരു സിംഗിൾ ഫോട്ടോ എടുത്തു. അത് നിങ്ങൾക്കിപ്പോൾ കാണാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ 2 പേരുടെയും ഒരു വീഡിയോ എടുത്ത് ജസ്റ്റ് നടന്നു പോണ ആ സമയത്ത് തന്നെ എടുത്ത വീഡിയോ ആണ്. അത് ഞാൻ ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എല്ലാം കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം. അതുമാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യണം. തുടർന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രമേ എനിക്കിതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോസ് ഇടാൻ പറ്റൂ. ഓക്കെ ഗൈസ്, ബൈ.